ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെ കുറഞ്ഞ ചേരുവയിലാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്നത്. മാത്രമല്ല, ഈ ഒരു സ്നാക്ക് നമ്മൾ കുറച്ച് നാൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ സ്നാക്സ് ബോക്സിലൊക്കെ നമുക്കിത് കൊടുത്തുവിടാനും പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ നമ്മുടെ സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് അളവിലാണ് അരിപ്പൊടി എടുത്തിട്ടുള്ളത്. വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം, ഇടിയപ്പം, പത്തിരിക്കൊക്കെ നമ്മൾ ഉപയോഗിക്കത്തില്ലേ, ആ ഒരു നൈസായിട്ടുള്ള പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അടുത്തതായിട്ട് നമുക്കൊരു കടായിയിലേക്ക് 1.25 കപ്പ് അളവിൽ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം കൂട്ടിയോ കുറച്ചോ എടുക്കുക കേട്ടോ. ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കറുത്ത എള്ള് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നമുക്ക് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇത് നല്ലതുപോലെ തിളച്ച് വരണം കേട്ടോ. നല്ലതുപോലെ ഈ വെള്ളം തിളച്ച് വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ അരിപ്പൊടി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഒരു കൈ വെച്ചിട്ട് അരിപ്പൊടി ഇട്ട് കൊടുക്കുക, മറ്റേ കൈ വെച്ചിട്ട് അത് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ആ ഒരു വെള്ള നനവ് പൊടിയുടെ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റാം. ഒന്നുകിൽ കൗണ്ടർ ടോപ്പിലോട്ട് മാറ്റുക, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ പരന്ന പാത്രത്തിലോട്ട് മാറ്റുക. ഞാനിവിടെ ഒരു പരന്ന സ്റ്റീൽ പ്ലേറ്റിലോട്ടാണ് മാറ്റുന്നത്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് അങ്ങ് കുഴച്ചിട്ടെടുക്കാം. ഈ ഒരു ചൂടോടുകൂടി തന്നെ കുഴച്ചിട്ടെടുക്കണം കേട്ടോ. കൈ പൊള്ളുന്നെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സാധാ വെള്ളത്തിൽ കൈ ഒന്ന് ചെറുതായിട്ട് മുക്കിയതിന് ശേഷം അങ്ങ് കുഴച്ചിട്ടെടുത്താൽ മതി. കയ്യിൽ ചൂടടിക്കുമ്പോൾ അത് കണക്കൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ആ വെള്ളത്തോടു കൂടി അങ്ങ് കുഴയ്ക്കാൻ നിൽക്കരുത്. കൈ ഒന്ന് കുടഞ്ഞ് ആ വെള്ളം കളഞ്ഞതിന് ശേഷം കുഴച്ചിട്ടെടുക്കുക. വെള്ളത്തോടു കൂടി നമ്മൾ കുഴയ്ക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പൊടിയിൽ വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോകും കേട്ടോ. ഒരുപാട് ഇതാണ് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ആ വെള്ളം നനവ് കൂടിപ്പോകും. അതുകൊണ്ട് പ്രശ്നമാവും. അതുകൊണ്ട് ആ ഒരു വെള്ളം നനവ് ഒന്ന് കുടഞ്ഞ് കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കുഴച്ചിട്ടെടുക്കുക. നല്ല സോഫ്റ്റാക്കി കുഴച്ചെടുക്കണം കേട്ടോ. നല്ലതുപോലെ സോഫ്റ്റാക്കി കുഴച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്നാക്ക് റെഡിയായിട്ട് കിട്ടത്തില്ല. അപ്പോൾ നല്ലതുപോലെ നമുക്കങ്ങ് കുഴച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതിൽ നിന്ന് ഉരുളകളാക്കിയിട്ട് എടുക്കാം. ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കുക കേട്ടോ. ഒരുപാട് വലുതല്ല, എങ്കിലും ഈ ഒരു സൈസിലുള്ള ഉരുളകളാക്കി എടുക്കാം. അപ്പോൾ ബാക്കിയുള്ളത് ഇതേ കണക്ക് തന്നെ ഉരുളകളാക്കി എടുക്കുക കേട്ടോ. ശേഷം നമുക്കിതൊന്ന് പരത്തിയിട്ടും കൂടി എടുക്കാം. അതിനായിട്ടൊരു കട്ടിംഗ് ബോർഡിലേക്ക് കുറച്ച് അരിപ്പൊടി ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് അരിപ്പൊടി മതി കേട്ടോ. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഉരുള എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് അങ്ങ് പരത്തി കൊടുക്കാം. നല്ല നൈസാക്കിയിട്ട് പരത്തി കൊടുക്കണം കേട്ടോ. എത്രത്തോളം നമുക്ക് നൈസാക്കി പരത്താൻ പറ്റും അത്രത്തോളം നൈസാക്കി പരത്തണം കേട്ടോ. എന്നാലേ നമ്മുടെ ഒരു സ്നാക്ക് റെഡിയായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് നമുക്കങ്ങ് പരത്തിയിട്ട് എടുക്കാം. ഇപ്പോൾ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ പൂരി പ്രസ്സിലും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. വളരെ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുത്തതിന് ശേഷം വളരെ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് പൂരി പ്രസ്സിൽ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തതിന് ശേഷം അതിലേക്ക് ഈ ഒരു ചെറിയ ഉരുള വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ച് പ്രസ് ചെയ്തിട്ടും ആ ഒരു ഷേപ്പിലാക്കി നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് കുത്തി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ എണ്ണയിലിട്ട് പൊരിക്കുമ്പോൾ നമ്മൾ പൂരിയൊക്കെ പൊരിക്കത്തില്ല, അത് ഇതങ്ങ് പൊങ്ങി വീർത്ത് വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുന്നത്. എല്ലാ ഭാഗത്തും ഒന്ന് കുത്തിയിട്ടെടുക്കുക. ശേഷം നമുക്കിതിലേക്ക് ഇതൊന്ന് ഷേപ്പ് ചെയ്തിട്ടും കൂടി എടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ചെറിയൊരു തട്ടമാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് നമുക്കൊന്ന് റൗണ്ട് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ബാക്കി വരുന്ന മാവ് കളയരുത് കേട്ടോ. അതും ഇതേ കണക്ക് നമുക്ക് കുഴച്ചിട്ട് പരത്തിയിട്ട് റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാതും ഞാൻ ഇതേ കണക്ക് തന്നെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാതും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങ് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഒരു കടായിൽ കുറച്ച് ഓയിൽ ഞാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിത് ചൂടായോ എന്ന് നോക്കാം. അപ്പോൾ അത് ഇട്ട ഉടനെ തന്നെ അത് പൊന്തി മേളിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എണ്ണ കറക്റ്റ് ചൂടാണെന്നാണ്. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഒരു 4-5 എണ്ണം വീതമൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇട്ട ഉടനെ തിരിച്ചിടാൻ നിൽക്കരുത്. അത് പെട്ടെന്ന് ഇങ്ങനെ പൊന്തി മുകളിലോട്ട് വരും. എന്നിട്ട് തിരിച്ചു മറിച്ച് ഇട്ടിട്ട് നമുക്കങ്ങ് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഒരു മീഡിയത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് തിരിച്ചു മറിച്ച് ഇട്ടിട്ട് അങ്ങ് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് വരും. നല്ലതുപോലെ ക്രിസ്പി ആയാൽ മാത്രമേ ഇത് ഒരുപാട് നാൾ ഇരിക്കത്തുള്ളൂ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ. നല്ലതുപോലെ ക്രിസ്പി ആക്കി എടുക്കുക കേട്ടോ. തിരിച്ചു മറിച്ച് ഇട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്കൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതേ കണക്ക് തന്നെ ഞാനൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കട്ടെ കേട്ടോ.
അപ്പോൾ ഇതാ അരിപ്പൊടി വെച്ചിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 1 കപ്പ് അരിപ്പൊടി വെച്ചിട്ട് ഒരു പ്ലേറ്റ് നിറയെ നമുക്ക് പലഹാരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേ കണക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കടയിൽ നിന്നൊന്നും വാങ്ങിച്ചു കൊടുക്കേണ്ട, നമുക്ക് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ ഇതാ ഞാനത് പൊട്ടിച്ചും കൂടി കാണിക്കുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.